ചേട്ടാ, ഈ കൂടോത്രം ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെ തല്ലിക്കാൻ കഴിയും? ഈ എന്തിനാണ് തല്ലിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല. ഇതിൻ്റെ കാരണം കേട്ടാൽ എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെ ചെയ്യും. കെട്ടിക്കേറി ചെന്ന വീട്ടിൽ നല്ലൊരു സ്വഭാവമുള്ള പെൺകൊച്ചാണെങ്കിൽ മോശം സ്വഭാവമുള്ള ആളുകൾക്ക് ഈ നല്ല സ്വഭാവമുള്ള ആളെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കും. നല്ല സ്വഭാവമേ, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാൾക്ക് നല്ല സ്വഭാവം, വേറെ കുറേ ആളുകൾക്ക് മോശ സ്വഭാവം. അപ്പോൾ ഈ മോശ സ്വഭാവമുള്ള ആളുകളെ ഒന്നും അറ്റൻഷൻ കിട്ടാതെ ഈ നല്ല സ്വഭാവമുള്ള ആളുകളോട്ട് ആളുകൾ ശ്രദ്ധ തിരിക്കും. അതായത് നമ്മൾ ആളുകളെ സ്നേഹിക്കുക, ആളുകളുടെ കൂടെ നിൽക്കുക, ആളുകളെ സഹായിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നം. ഇനി അത്രയും നാൾ അമ്മേനെ സ്നേഹിച്ചു, കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യനെ സ്നേഹിച്ചു, തീർന്നു. അങ്ങനത്തെ ഒരു കാറ്റഗറി. അപ്പം മകനെ എങ്ങനെ ഭാര്യയിൽ നിന്ന് അകറ്റി മാറ്റി കൊണ്ടുവരാം? ഇവിടെ നടക്കുന്ന പകുതി ഡിവോഴ്സുകളുടെയും കാരണം അമ്മമാരാണ്. കാരണം ഒരു സ്വന്തം മകനോ സ്വന്തം ഭർത്താവോ മക്കളോ മറ്റ് സ്ത്രീകളെ സ്നേഹിക്കുന്നത് പൊതുവേ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ഭൂരിപക്ഷവും അങ്ങനെയാണ്. ഞാനെടുക്കുന്ന പകുതി കൺസൾട്ടേഷൻ്റെ അകത്തും ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന അമ്മമാരാണ്. എത്ര പേരുടെ ജീവിതം പറയുമ്പോൾ ഈ അമ്മമാർ ചവിട്ടി അരച്ച് ജീവിക്കേണ്ടെന്ന് പറയുന്നത്. ഭാര്യയുടെ കൂടെ ജീവിക്കേണ്ട, നിങ്ങൾ എവിടെയും ജീവിക്കേണ്ട, ഞാൻ പറയുന്നത് അങ്ങ് കേട്ട് നിങ്ങളങ്ങ് ജീവിക്കുക. ഈ ഞാൻ പറയുന്നത് അങ്ങ് കേട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ രക്ഷപ്പെടോ അതെനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളാം. ഇതെന്തു മനോഭാവമാണ്. കല്യാണം കഴിഞ്ഞ് അവർ ജീവിക്കും, അവർ ജീവിക്കട്ടെ. രാത്രി സിനിമയ്ക്ക് പോട്ടെ, അത് പറ്റില്ല. രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പാടില്ല. ഈ വീട് എൻ്റെയാണ്, അല്ലെങ്കിൽ നീ ഇവിടെ ഇറങ്ങി പൊക്കോളാം. ഞാൻ പറയുന്നത് മൊത്തം കേട്ടോളാണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക. ഇത് ഈ അമ്മമാർ. അപ്പം ഇത് പരിധി വിട്ട് കഴിയുമ്പോൾ ഈ അമ്മമാർക്കെതിരെ ആര് തിരിയും? ഈ അമ്മമാരുടെ സ്വഭാവം മോശമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കൾ തിരിയൂലോ. ഈ തിരിയുന്ന സമയത്ത് ഇവർ പാനിക്കാവും. എൻ്റെ മകനെ കൂടോത്രം ചെയ്തു, തലയണ മന്ത്രം ചെയ്തു, ഇറങ്ങി മകൾക്കെതിരെ കൂടോത്രം ചെയ്യാൻ. ഈ മകൾക്കെതിരെ കൂടോത്രം ചെയ്യാന്ന് പറഞ്ഞത് ആർക്കെതിരെ കൂടോത്രം ചെയ്യുന്നതിന് തുല്യ? സ്വന്തം മകനെതിരെ കൂടോത്രം ചെയ്യുന്നതിന് തുല്യ. കാരണം എന്താ, നമ്മൾ നമ്മുടെ മകനോ നമ്മുടെ മകൾക്കോ ആർക്കെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടോത്രം എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവായിട്ട് കുത്തിക്കൊടുക്കുന്ന മെഡലൊന്നുമല്ല. അത് ചെയ്തതാ. അത് ആരായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവർക്കൊക്കെ കിട്ടും. മകൻ്റെ ഭാര്യയ്ക്കെതിരെ കൂടോത്രം ചെയ്താൽ മകൻ്റെ ഭാര്യ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മകനായിട്ടാണ്. രണ്ടുപേരെയും ബാധിക്കും. ഈ രണ്ടുപേരെ മാത്രമല്ല, ആ പെൺകുട്ടിക്ക് ഒരു കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ മക്കളെയും ബാധിക്കും. ഇനി ഈ പെൺകുട്ടി ഇതെങ്ങാനും കണ്ടുപിടിച്ചാൽ തിരിച്ച് പണി കൊടുക്കുമല്ലോ. തിരിച്ച് പണി കൊടുക്കുമ്പോൾ അമ്മേനെ ബാധിക്കും. അമ്മേനെ മാത്രം ഒരിക്കലും ബാധിക്കുന്നത് അത് ഭർത്താവിനും, ഈ പറഞ്ഞ അമ്മയുടെ മകനെയും ബാധിക്കും. ഈ കറക്ഷൻ പോയതുണ്ടോ അമ്മയുടെ ഭർത്താവിനെയും ബാധിക്കും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഫൈറ്റ് ആകുമ്പോൾ അവസാനം രണ്ടുപേരും ചൂട് മുടിയും. അതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോലെ എൻ്റെ മകൻ്റെ ഭാര്യയ്ക്കെതിരെ ഒരു പണി കൊടുക്കാമെന്ന് ചെല്ലുമ്പോൾ മകൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല പണി കിട്ടുന്നത്. ഇത് പലപ്പോഴും ചെയ്ത് കൊടുക്കുന്നവർക്കും അറിയില്ല, ചെയ്യുന്നവർക്കും അറിയാൻ പാടില്ല. ഇത് ഒരു കാറ്റഗറി. ഇനി അടുത്ത കാറ്റഗറി അതിർത്തി തർക്കങ്ങൾ വരുന്ന ടീമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഇവർ ഒരു എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ആളുകളെ കണ്ട് ഒരു കുടമോ ഒരു തകിടുകളോ എന്തെങ്കിലും ഭസ്മങ്ങളൊക്കെ കൊണ്ട് ആരും കാണാതെ ഇവർ ആ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ട് ആ വീട്ടിൽ നശിക്കാൻ വേണ്ടി, ആ വീട് നശിക്കാൻ വേണ്ടി ഇവർ ചെയ്ത് കൊണ്ട് കുഴിച്ചിടും. കുറേ നാൾ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടുകാരിത് കണ്ടുപിടിക്കും ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പണിയും, വെച്ച സാധനത്തിന് തിരിച്ച് ചെയ്യും. വെച്ച സാധനം ചെയ്തത് ആരാണോ അവനും, കൊണ്ടുവച്ചത് ആരാണോ അവനും തിരിച്ചടി കിട്ടാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കൂടോത്രം ചെയ്യുന്ന നെഗറ്റീവ് കർമ്മം എന്ന് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ചില പരിപാടികളാണ്. ഇവിടുന്ന് അങ്ങോട്ടും കിട്ടും, ഇവിടുന്ന് ഇങ്ങോട്ടും കിട്ടും. ഇതിന് ദേവതയായിട്ടൊരു ബന്ധമില്ല. ആക്ച്വലി ദേവതയുടെ ആ പവർ ഉപയോഗിച്ച സാധനം ചെയ്യുന്നത് ദേവത പറയും, നിനക്ക് നീ ചെയ്തോ, കിട്ടുമ്പോൾ വാങ്ങിച്ചോളൂ, എന്നെ വിളിക്കരുത് ഇതിനകത്ത്. നമ്മളുടെ ഒരു ബന്ധമില്ല. നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മളെ ഒരു കൂട്ടുകാരൻ, നമുക്കൊരു ആവശ്യം നമ്മളൊരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടോ അവൻ പറയും ഞാൻ വരാം, പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇടപെടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ. പറഞ്ഞു എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയെ മൊത്തം കയറി ബാധിക്കും. നമുക്ക് കയറി ബുദ്ധിമുട്ടുണ്ടാക്കും. എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ തമ്മിൽ തല്ലിക്കാൻ പറ്റുക? എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ലക്ഷണമായിട്ട് പറയുന്നത്, ഭയങ്കര സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിന് പെട്ടെന്ന് സെക്സിനോട് താല്പര്യമില്ലാത്ത ഭർത്താവ് പൊതുവെ എന്ത് ചെയ്യും? ഭാര്യയുമായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റിന് ശ്രമിക്കും. മാറിക്കിടക്കും, പഴയ അറ്റാച്ച്മെൻറ്റ് കൊടുക്കില്ല, ആ സ്നേഹം പോവില്ല. ഭർത്താവിനെ സംബന്ധിച്ചിട്ട് ഭാര്യയ്ക്ക് ലൈംഗികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഭർത്താവിന് മാനസികമായിട്ട് സമ്മർദ്ദം വന്നു, പുള്ളിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഭർത്താവിൻ്റെ ആ പറയുന്ന അര കെട്ടാന്ന് പറയും, അര കെട്ടിക്കളയും.
കൂടോത്രം ഉപയോഗിച്ച്. അര കെട്ടിയാൽ എന്ത് സംഭവിക്കും? ലൈംഗികമായിട്ടുള്ള ഉത്തേജനം കുറയും, താല്പര്യങ്ങൾ പോകും. ഒന്നെങ്കിൽ ആ അവയവത്തിൽ എന്തെങ്കിലും ഡാമേജുകൾ സംഭവിക്കും, ബുദ്ധിമുട്ട് സംഭവിക്കും, വേദനയോ ബ്ലഡോ എന്ത് വേണമെങ്കിലും ആ അവയവത്തിന് സംഭവിക്കും, അത് കെട്ടിക്കളയും. ഇനി അത് കെട്ടുക എന്ന് പറയുന്നത് മറ്റൊരു പ്രോസസ്സ്. ഇനി മറ്റൊരു പ്രോസസ്സ്, നമുക്ക് പർട്ടിക്കുലർ ഏരിയയിലോട്ട് വേണ്ടി മാത്രം നമുക്ക് കൂട്ടുകൾ നിർമ്മിക്കാം, വിഷക്കൂട്ടുകൾ നിർമ്മിക്കാം. ഈ വിഷക്കൂട്ടി പറയുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈംഗികമായിട്ടുള്ള ഉത്തേജനം നഷ്ടപ്പെടും. ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണേ എന്നുള്ള വാദമൊന്നും എനിക്കില്ല. പക്ഷേ ലൈംഗികത വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ ലൈംഗികമായ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല അതങ്ങനെ പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വഴക്കുകളും പിണക്കങ്ങളും അവരുടെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ മാറുന്നത് പലപ്പോഴും ഈ ഒരു പ്രവൃത്തിയിലൂടെയാണ്. ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു സ്നേഹം, ആ ഒരു കെയർ, ആ ഒരു സംരക്ഷണം, പരസ്പരം ഇതിനുള്ള ഐക്യം, ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് നിന്ന് പോയി കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റും ഇല്ല, സ്നേഹവും ഇല്ല, ഒന്നുമില്ല. രണ്ട് സൈഡിൽ നിന്ന് ഫ്രസ്ട്രേഷൻ അടിക്കും. ലൈംഗികമായ കാര്യം കട്ടാകുന്നതിനാവത് ഇത് പറ്റി കഴിയുമ്പോൾ എന്ത് പറ്റും? ഭർത്താവിന് സ്വന്തം ഭാര്യയോട് മാത്രമാണ് താല്പര്യമില്ലാത്തുള്ളൂ, ഭർത്താവിന് വേറെ സ്ത്രീകളോട് താല്പര്യം തോന്നും. കെട്ടിയിരിക്കുന്ന സ്ത്രീയുമായിട്ടാണ്. ഈ സ്ത്രീക്ക് വേറെ പുരുഷന്മാരോടും താല്പര്യം തോന്നും. കുറേ നാളൊരു സെക്ഷൽ ഫ്രസ്ട്രേഷനോടെ കടന്നു പോയി കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും ഭർത്താവുമാരും തമ്മിൽ മാനസികമായിട്ട് അകലും. മാനസികമായി കുറേ നാൾ അകന്നു കഴിയുമ്പോൾ അത് ശാരീരികമായിട്ടുള്ള അകൽച്ചയിലോട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ത്രീ വേറെ ഇതിലോട്ട് പോകും, പുരുഷൻ വേറെ ഇതിലോട്ട് പോകും. അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാവുമെന്ന് തുടങ്ങും. അല്ലെങ്കിൽ ഈ പുരുഷൻ നെഗറ്റീവ് ആണെങ്കിൽ പറയും എനിക്ക് വന്ന പ്രശ്നം നീ കാരണം ഉണ്ടെന്ന് പറയും. ചെയ്യാത്തൊരു കാര്യത്തിന് കുറ്റങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ ഈ സ്ത്രീ പ്രതികരിക്കാൻ തുടങ്ങും. അത്രയും നാൾ കൊടുത്തിരുന്ന ബഹുമാനമൊക്കെ സ്ത്രീ എടുത്താൽ കളയും. വഴക്കായി, പ്രശ്നമായി, തമ്മിത്തല്ലി മാറി. ലൈംഗികതയെ അവസാനിപ്പിച്ചാൽ മാത്രമുള്ള കാര്യമാണ്. ഇനി അടുത്തത് എങ്ങനെയാണ്? തല കെട്ടാന്ന് പറയും. തല കെട്ടുകയോ നാക്ക് കെട്ടുകയോ നെഞ്ച് കെട്ടുകയോ ചെയ്യും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നത് മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഈ സ്ത്രീയുടെ ഈ പറഞ്ഞ ഭാര്യയും ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ തല കെട്ടിക്കളയാന്ന് ചോദിക്കുക. എന്താ ചെയ്യുന്നത്? ബോധം നഷ്ടപ്പെടുത്തി കളയെന്ന് പറഞ്ഞാൽ അത്രയും നാൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കേട്ടുകൊണ്ടിരുന്ന ആളെ സംബന്ധിച്ചിട്ട് പിന്നെ വയലൻ്റായി. നിങ്ങളെന്നെ കുറ്റം പറയുക, നിങ്ങളെന്നെ മോശമാക്കി സംസാരിക്കുന്നു, നിങ്ങളെങ്ങനെ പറയുന്നു. പുള്ളി വളരെ സ്നേഹത്തോടെ ആയിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് നാളായാലും തുടങ്ങിയിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, അതുവരെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യം ഉള്ളിൽ ആരോ ഇരുന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതും രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ നമുക്ക് കെട്ടിയിടാം, അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന കൂട്ട് നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ അമിതമായിട്ടുള്ള ഹീറ്റ് ഡെവലപ്പാവും. അതിൻ്റെ ഒപ്പം തന്നെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എന്താണോ അത് മുഴുവനും ബൂസ്റ്റ് ആവാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, ആ വ്യക്തി അനുഭവിച്ചു പോയിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ വ്യക്തിയുടെ അച്ഛനും അമ്മയും ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന വേദനകളും സങ്കടങ്ങളും ഇതെല്ലാം കൂടി മറിഞ്ഞ് മാനസികാവസ്ഥയിൽ മാറ്റം വന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ശത്രുവായിട്ട് മാറും. ഭർത്താവ് ശത്രുഗണത്തിലോട്ട് പോകും. ഭർത്താവ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കൂട്ടത്തിൽ കൂടെ വേറെ ആരെങ്കിലും കൂടി ചെവിട്ടിലും കൂടി ഓതി കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാര്യ അൺകൺട്രോളായി എത്ര നാൾ ഇങ്ങനെ സഹിക്കും ഒരു ഭർത്താവ്? ഉപേക്ഷിച്ച് കളയിലായിരിക്കും, പക്ഷെ മാനസികമായിട്ടൊരു അടുപ്പുണ്ടാവില്ല. ബന്ധം പിരിഞ്ഞോ? ഇത് ഒരു രീതി. ഇനി അടുത്തൊരു രീതി, തലവേദന, വയറുവേദന, ബാത്റൂമിൽ പോകാൻ പറ്റാത്ത പ്രശ്നം, കാല് വേദന, മുട്ടുവേദന, നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും പണിയെടുക്കുക, ആശുപത്രി കൊണ്ടു കൊടുക്കുക. ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടുപോയി ഉള്ളതെല്ലാം വിറ്റ് പറക്കി, ഉള്ള സ്വർണവും വിറ്റ് എല്ലാ പ്രശ്നങ്ങളും മാറി, പക്ഷേ അസുഖം മാറുന്നില്ല. എത്രയോ ആശുപത്രിയിൽ എത്രയോ വർഷങ്ങളുടെ ആൾക്കാർ കയറി എടുക്കുന്നു. ഒന്നുമില്ലാന്നേ. ഒന്നെങ്കിൽ വയറ്റിൽ കൈവശം ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കർമ്മം ചെയ്ത് ഇവർ ബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും. ഒരു കാരണവശാലും ഇവർക്ക് അസുഖം വരുന്നത് ഒന്നും വേണ്ട. ഒരു തലവേദന നിരന്തരമായിട്ട് 1 മാസം തലവേദന വന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഞാൻ പറയുന്നത് ഇതിങ്ങനെ പറയുമ്പോൾ ആശുപത്രി പോയി മാറ്റിയാൽ പോരെ. ആശുപത്രി പോയിട്ട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ച് മാറാത്ത ആളുകളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രോസസ്സ് ചെയ്ത് മാറിയ ആളുകൾ ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല. ഈ എനർജിയുടെ വേരിയേഷൻ കട്ട് ചെയ്യാത്ത സമയം വരെ ഇതിങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആശുപത്രി പോകണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് എന്തോ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണോ, ഇങ്ങനെ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് ആരും വരണ്ട, എനിക്ക് അതിനുള്ള സമയവും ഇല്ല, നോക്കാനുള്ള അവസ്ഥയിലും അല്ല ഞാനിരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു കാരണമാണ്. ഇതാണ് കാരണമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയേ വേണ്ട. നിങ്ങൾ ആശുപത്രി പോയി നിങ്ങൾ ഏറ്റവും വലിയ ആശുപത്രി പോയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് മാറിയില്ലെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അതല്ലാതെ തുടക്കമൊന്നും കേൾക്കരുത്. ആദ്യം മെഡിക്കൽ സപ്പോർട്ട് മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഇങ്ങനെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തമ്മിൽ പിരിയില്ലേ. ഇപ്പം എനിക്ക് തലവേദന വന്നുകൊണ്ടിരിക്കുക, നീ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരും. ഞാൻ എൻ്റെ മാനസികാവസ്ഥ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മോശപ്പെട്ട ഒരു വ്യക്തിയായി മാറിയോ? ഒരു 10 വട്ടം നീ വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ദേഷ്യപ്പെട്ടാൽ നീ ആ വഴി പോകും.
എൻ്റെ അവസ്ഥയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കില്ല. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോ എനിക്ക് തലവേദന എടുക്കണം. എങ്ങനെയെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കോ ഭർത്താവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ എപ്പോൾ തല്ലിപ്പിരിച്ചെന്ന് വെച്ചാൽ മതി. മക്കൾക്ക് സമാധാനം ഉണ്ടാവില്ല, ആർക്കും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരുത്താൻ പറ്റും. പല രീതിയിൽ നമുക്കൊരു ബന്ധത്തെ നശിപ്പിച്ച് കളയാൻ പറ്റും. ഇനി ഒന്നും വേണ്ട, ഒരു വ്യക്തിയിലോട്ട്, ഒരു ഭർത്താവിൻ്റെ ശരീരത്തിലോട്ട് നമുക്ക് ഒരു നെഗറ്റീവായ ഒരു ബാധാദോഷത്തെ കൊടുത്ത് അമിതമായ സെക്ഷൽ ഊർജ്ജം പുഷ് ചെയ്യുക. എന്ത് ചെയ്യും? ഭർത്താവിന് വളരെ പെട്ടെന്ന് അമിതമായ സെക്ഷൽ ഊർജ്ജം കൂടി, ഭാര്യയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭർത്താവ് എന്ത് ചെയ്യും? അടുത്ത ഓപ്ഷൻ തേടും. ഇല്ലോ അവനെ സംബന്ധിച്ച് അവൻ മനഃപൂർവ്വം ചെയ്യണമല്ല അത്. അവൻ്റെ ആ സെക്ഷൽ ഊർജ്ജം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ അത് എവിടെ കൊണ്ടെങ്കിലും പോയി റിലീസ് ചെയ്ത് കളയാന്നുള്ളതാണ്. ചില വീടുകൾ ശ്രദ്ധിച്ചോ, വളരെ സമാധാനപരമായി പോകുന്ന ഭാര്യയും ഭർത്താവും പെട്ടെന്ന് ഭാര്യയ്ക്കൊരു മാറ്റം വരുന്നു. ഭാര്യ കുറേ പുരുഷന്മാരായിട്ട് ഫോൺ വിളിക്കുന്നു, സംസാരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, പുരുഷന്മാരുടെ കൂടെ പോകുന്ന അവർ വിളിച്ചു വരുന്നു. അതുവരെ ഭർത്താവ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ബാധാദോഷം. അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് വന്ന് ഇത്ര വേഗതയിലൊരു സാധനം? ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്നും നമുക്ക് പറയാം. ഓക്കെ, അതാണെങ്കിലും ഇത്രയും കണ്ട ആളുകൾ പിക്ക് ചെയ്യും. പല ആളുകളും വരും, സാറേ ഇവൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് സാറേ, എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബാധാദോഷത്തിലാണ്, നിങ്ങൾ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ബാധാദോഷം വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം പുരുഷന്മാരെയല്ല, എത്ര പുരുഷന്മാരെ കിട്ടിയാലും സ്ത്രീകൾക്ക് മതിയാവില്ല. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ബാധാദോഷം വന്നാലും ഇതുപോലെ തന്നെ വരും. ഇനി ഇങ്ങനെ ഞാൻ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിൽ മാറ്റിക്കോളാനേ, പ്രശ്നം തീർന്നില്ലേ? ഞാൻ പറയുന്നത് എന്താണ്? ഒരു കുടുംബത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം മാറണം. ഇതിനല്ലോ ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വലിയ ട്രോളോ ബുദ്ധിമുട്ട് വരാമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഈ സെക്ഷൽ ഊർജ്ജം കൂടുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, ഡോക്ടേഴ്സിന് അടുത്ത് കൊടുത്തിട്ട് മരുന്ന് കൊടുക്കും. നടക്കില്ല. കാരണം എന്ന് പറയുമ്പോൾ ഒരുപാട് സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റൊക്കെ എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. എന്തിനാണ് അവരൊന്നും എടുക്കുന്നത്? ഒരു പോയിൻറ്റിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ എന്താ ബുദ്ധിമുട്ട് തന്നെ? ഇവിടെ ഒരു ഡോക്ടേഴ്സും ഒരാളും ഫ്രീ സർവീസൊന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാവരും പൈസ വാങ്ങിച്ചിട്ടല്ലേ പരിപാടി ചെയ്യുന്നത്. ഇവിടെ ഒരു സൗജന്യമില്ല. ഗവൺമെൻറ് ആശുപത്രി പോയാൽ ചിലപ്പോൾ കിട്ടി, അല്ലാതെ ഒരു സൗജന്യം ഇവിടെ ആരും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ബിസിനസ്സാണ്. ഇതും ബിസിനസ്സാണ്, അതും ബിസിനസ്സാണ്, എല്ലാം ബിസിനസ്സാണ്. അതിനപ്പത്തേക്ക് ഒന്നുമില്ല. ആളുകളുടെ പ്രശ്നം മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ കുറേ നാളായിട്ട് നിങ്ങൾ ആശുപത്രി കയറി ഇറങ്ങി മാനസികമായ പ്രശ്നങ്ങളും നോക്കി എന്നിട്ട് നിങ്ങൾ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്കിടന്നല്ല മുട്ടം പണിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കിടന്ന് വട്ടം കറങ്ങുന്നത്. ഇനി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്. ഒരു വീടിൻ്റെ അകത്ത് ഒരാൾക്ക് ഓർമ്മക്കുറവെന്ന വഴക്കുണ്ടാവും. കാരണം വെച്ചത് ഓർമ്മയില്ല, പറഞ്ഞത് ഓർമ്മയില്ല, നേരത്തെ പറഞ്ഞതെന്താണെന്ന് ഓർമ്മയില്ല, ഇപ്പോൾ പറഞ്ഞതെന്താണെന്ന് ഓർമ്മയില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ക്ലാഷായി വഴക്കായി. എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു വീടിൻ്റെ അകത്ത് ഒരു ഭാര്യയും ഭർത്താവും അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ജീവിക്കുന്നത്. ഈ സമയത്താണ് വേറൊരാൾ, ഭർത്താവ് എന്ന് പറയുന്ന ഒരാളോ ഭാര്യ എന്ന് പറയുന്ന ഒരാളോ അവരുടെ മാനസികാവസ്ഥയായിട്ട് വരുന്നത്. ഇന്ന കുറച്ച് പിടിച്ചോ, എന്നെയും കൂടി ഒന്ന് കൺട്രോൾ ചെയ്താന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് വേറൊരാളും കൂടി കടന്നു വരുന്നത്. ഇതൊന്നും ബാലൻസ് ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം പറ്റാം. ഇനി അതും വേണ്ട, അമിതമായിട്ടുള്ള പണത്തിനോടുള്ള അത്യാഗ്രഹം നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ശരീരത്തിൽ. അതായത് മൂലാധാരത്തിലാണ് ഇത് കിടക്കുന്നത്. മൂലാധാരത്തിൽ കയറി ലോക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു വ്യക്തിയുടെ മൂലാധാരത്തിൽ കയറി നമ്മൾ ബന്ധിച്ച് കഴിഞ്ഞാൽ അൺകൺട്രോളായി പോകും. പൈസ ഉണ്ടാക്കണം, എന്ത് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കണം, എന്ത് വൃത്തികേട് കാണിച്ചിട്ടും പൈസ ഉണ്ടാക്കണം. ഒരാൾ പൈസ ഉണ്ടാക്കണം, എന്ത് വൃത്തികേട് കാണിച്ചിട്ടും പൈസ ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ അതോടെ കുടുംബജീവിതം തകരും. കാരണം ആ വ്യക്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കണം, അതായത് നമുക്ക് വേണമെങ്കിൽ അത് ഇതും ചെയ്യാം. അമിതമായിട്ട് ഭക്ഷണം കഴിപ്പിക്കാം, എന്തോരം കഴിച്ചിട്ടും മതിയാവുന്നില്ല. പ്രശ്നം എന്ന് പറയില്ലേ, അസുഖത്തിലോട്ട് മാറി ഒരാളുടെ. അതായത് നമുക്ക് ഈ കൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനീ പറഞ്ഞ പ്രോസസ്സും അമിതമായിട്ട് ഒരാൾക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും മാറുന്നില്ല. ബാധാദോഷമായിട്ടിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു ബാധനെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ തിന്നുകൊണ്ടേയിരിക്കും, കഴിച്ച് അവസാനം വലിയ സ്ട്രോക്കോ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ കൊളസ്ട്രോളൊക്കെ ആയിട്ട് മാറി ആ കുടുംബജീവിതം തകർത്ത് തരിപ്പണമാക്കി കളയാൻ പറ്റും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും വളരെ ഈസിയല്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇനി ഒന്നും വളരെ ഡേഞ്ചറായൊരു സാധനമുണ്ട് ഇതിനകത്ത്. അതായത് ഈ ബാധേനെ കയറ്റുന്നതിനൊപ്പം തന്നെ നമ്മൾ ചില പൊടിക്കൈകളും ചില മരുന്നുകളും ഇവരറിയാതെ ഇവരുടെ ശരീരത്തിലോട്ട് കൊടുക്കും. ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകൾ പീരീഡ്സ് നിൽക്കില്ല, അൺകൺട്രോളായി പോകും, ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും, പെയിൻ, പേഴ്സണൽ പാർട്സിൽ പെയിൻ, വേദന, പീരീഡ്സ് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കും. എത്ര ആശുപത്രി പോയാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് എവിടെ നിന്ന് ബ്ലഡ് വരുന്നത്.
അതും ഇതേ പ്രശ്നം കൊണ്ട് വരുന്ന ഈ ശരീരത്തിൻ്റെ അകത്ത് ഈ പ്രശ്നം നിൽക്കുന്ന സമയം വരെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. വർഷങ്ങളോളം പീരീഡ്സ് മാറാത്ത 3, 4, 5 വർഷമായ ആൾക്കാരെ ഞാൻ കാണിച്ചിരും. എൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട് അവർ. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റാത്തത്? അത് മാറ്റാൻ പറ്റില്ല, അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ആശുപത്രിയിൽ പോകുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആവും, ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ആവും, വീട്ടിൽ വന്ന് കയറി വീണ്ടും ഈ എനർജിയിലോട്ട് വന്ന് കയറുമ്പോൾ ഇത് വീണ്ടും ഓണാവും. എവിടെ നിന്നാണെന്ന് പോലും മനസ്സിലാവില്ല. ശരീരത്തിൻ്റെ അകത്തിലൂടെ മൂത്രം വരുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചിട്ട് കർമ്മം ചെയ്തിട്ട്, നമ്മുടെ രോമം ഉണ്ടല്ലോ, രോമത്തിൻ്റെ ഉള്ളിലൂടെ മൂത്രം പുറത്തു പോകുന്ന ആൾക്കാർ പറഞ്ഞ് വിശ്വസിക്കുക, നാറ്റമായിട്ട് നമുക്ക് അടത്തിരിക്കാൻ പറ്റില്ല. ബന്ധിച്ച് നശിപ്പിച്ച് കളഞ്ഞ കർമ്മം ചെയ്ത് എന്ത് ചെയ്യും നമ്മൾ? അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ അറിവാണ്, കേട്ടു ഭയങ്കരമായിട്ട് വൃത്തികേടുകൾ ചെയ്ത് കളയും. എന്താ, ചെറിയ കാര്യങ്ങളായിരിക്കും ഇതിനെല്ലാം. ഒരാളുടെ ഉള്ളിലുള്ള ഈഗോ, ഒരാളുടെ ഉള്ളിലുള്ള പ്രതികാര മനോഭാവം, ആ വ്യക്തി ചെറുപ്പം മുതൽ അനുഭവിച്ച് വന്നിരിക്കുന്ന റിവഞ്ച്, ഇതെല്ലാം അവസാനം ഇവർ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് അവരുടെ ശരീരത്തിലോട്ട് തീർക്കും ഈ പരിപാടി. മനസ്സിലാവുന്നില്ല? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ അയൽവക്കത്തെ ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ, ആ ചേച്ചിക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടിയിട്ടില്ല, ആ ചേച്ചിയുടെ ഭർത്താവ് അങ്ങനെ നോക്കിയിട്ടില്ല, ആ ചേച്ചിയുടെ മക്കളെ അങ്ങനെ നോക്കിയിട്ടില്ല, അങ്ങനെ ഇനി ഇവരും ജീവിക്കണ്ട. റിവഞ്ച് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഒരു റിവഞ്ചാണോ? റിവഞ്ചാണ്. ഒരു വ്യക്തി ഒരു സങ്കടപ്പെട്ട് ഒരു വേദനിച്ച് സ്ട്രഗിൾ ചെയ്യുന്നൊരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് മറ്റൊരാളെ എല്ലാ ദിവസവും ഇരുന്ന് സന്തോഷിക്കുക എന്ന് പറയുന്നത് അതിന് വലിയ വേദന ആ വ്യക്തിക്ക് വേറെ ഒന്നുമില്ല. നിൻ്റെ കയ്യിൽ പണമില്ല, നിൻ്റെ മുന്നിൽ ഞാൻ വന്നിരുന്നിട്ട് പണത്തെപ്പറ്റി ഞാൻ കുറേ പൈസയൊക്കെ ഇരുന്ന് എണ്ണുന്നു, ഞാൻ കുറേ പൈസ കാണിക്കുന്നു, എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. കുറച്ച് നേരം നിനക്ക് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും. കുറച്ച് നേരം കഴിയുമ്പില്ലേ നിനക്ക് ഉള്ളിലൊരു സാധനം വരും, ഓഹ് ഇവനൊന്ന് നശിച്ചു പോയിരുന്നെങ്കിൽ ഇവൻ ഈ പറച്ചിലെങ്കിലും നിർത്തും നിനക്ക് തോന്നും. കാരണം നിൻ്റെ ഇല്ലായ്മേനെ ഞാൻ വന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിത് പറയേണ്ട ഒരു ആവശ്യമില്ല അവിടെ വന്നിരുന്നിട്ട്. പക്ഷെ ഞാൻ നിന്നെ പറഞ്ഞങ്ങ് വേദനിപ്പിക്കുക. എന്നാ ശരി, അടുത്ത പ്രാർത്ഥനയിലോ ഒരു കർമ്മത്തിലോ ഇവൻ്റെ ഈ പറച്ചിലുണ്ടല്ലോ, ഇവൻ എന്നെപ്പോലെ വന്നിരിക്കട്ടെ എൻ്റെ മുന്നിൽ എന്ന് ചിന്തിക്കും. എത്ര കൂട്ടുകാരന്മാർക്ക് ഇങ്ങനെ പണി കൊടുത്തിരിക്കുന്നത് ഈ സാധനം. അപ്പോൾ ഇതാണ്. ഇനി ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ഉണ്ടാവുന്ന ബന്ധത്തെ തെറ്റിച്ച് ഭാര്യേനെയും ഭർത്താവിനെയും മറ്റാരെങ്കിലും കൈവശപ്പെടുത്തുന്ന പരിപാടി ഭയങ്കര വ്യാപകം. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിന് ആർക്കെങ്കിലും ഒരാൾക്ക് പണം ഉണ്ടാവും, ആ പണം നേടിയെടുക്കാൻ വേണ്ടി ഏതെങ്കിലും പുരുഷന്മാർ വന്ന് കയറും, അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന് കയറും, മുട്ടം പണി കൊടുക്കും. നമ്മളിത് ഈസി ആയിട്ടൊന്നും കാണണ്ട. ഇത് നിങ്ങളറിയാത്ത ഒരുപാട് കോംപ്ലിക്കേറ്റഡായ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ സേഫായിട്ട് പോവുക. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ സാമ്പത്തികത, ഇതൊന്നും മറ്റൊരാളോട് പറയാതിരിക്കുക. നിങ്ങൾ പറഞ്ഞ് രസിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ദോഷം ചെയ്യും. അത് ഇൻക്ലൂഡിങ് നിങ്ങളുടെ അച്ഛനും അമ്മയും, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലും അത് അറിയാൻ പാടില്ല. അത് നിങ്ങളുടെ പ്രൈവസിയാണ്, അത് നിങ്ങളുടെ സ്വകാര്യതയാണ്. വീടിൻ്റെ അകത്ത് വാതിൽ അടച്ചിരുന്ന് സ്നേഹിക്കുക, എങ്കിലും പ്രശ്നമാണ്. അത് ചെയ്യുക. ഒരു ബന്ധുക്കാരുടെ മുന്നിൽ നിങ്ങൾ ഓവറായിട്ട് കാണിക്കാനോ സോഷ്യൽ മീഡിയയിൽ എടുത്തിടാനോ ഒന്നും പോകരുത്. ആരെല്ലാം ഇതൊക്കെ എടുത്തിട്ടിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് തല്ലിപ്പിരിഞ്ഞിരുന്നിട്ടുമുണ്ട്.